വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന പ്രിയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന ഇന്നത്തെ ചടങ്ങിന്റെ ഉദ്ഘാടനമായി എത്തിച്ചേർന്നിരിക്കുന്നത് സമകാലിക മലയാള സാഹിത്യ രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായ ശ്രീ രാധാകൃഷ്ണൻ നാരായണനാണ്. DC ബുക്ക് സംഘടിപ്പിച്ച കേരള സാഹിത്യോത്സവം നോവൽ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രലേഖയുടെ അടയാളങ്ങൾ എന്ന നോവൽ ഒന്നാം സമ്മാനം നേടി മലയാള സാഹിത്യ ലോകത്തിന്റെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ കൃതിയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഈ പ്രവേശനോത്സവത്തിന് കൂടുതൽ തിളക്കവും പ്രചോദനവും നൽകുന്നു. കൂടാതെ ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷകരമായ കാര്യം ശ്രീ രാധാകൃഷ്ണൻ നാരായണൻ നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ് എന്നത് നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. രാധാകൃഷ്ണൻ സാറിനെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ജ്യേഷ്ഠ സഹോദര തുല്യമായുള്ള സുരേഷിന് പ്രിയപ്പെട്ട ബഹുമാന്യരായിട്ടുള്ള ബോർഡംഗങ്ങൾ, ആദരണീയരായിട്ടുള്ള PTA പ്രസിഡന്റുമാർ, സ്നേഹം പറഞ്ഞിട്ടുള്ള മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇവിടെ ഇന്ന് ഈ വേദിയിലേക്ക് വരുന്ന സമയത്ത് ആത്മവിശ്വാസത്തോടെ പ്രസംഗിക്കാമെന്നൊരു ധാരണയിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എന്റെ മകൻ അവന് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ പറഞ്ഞു, അച്ഛൻ പോകുന്ന സ്കൂളിൽ കുറെ ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ടാകും, ദൈവത്തെ ഓർത്ത് അവരെ വെറുപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. അതുകൊണ്ട് തന്നെ എന്റെ ആത്മവിശ്വാസത്തിനുള്ള അടി അപ്പം തന്നെ കിട്ടി. എങ്കിൽ പോലും എനിക്കിന്ന് ഈ വേദിയിൽ ഇവിടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും +1 പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് മാറുക എന്നത്. +1 പ്രവേശനോത്സവം എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് സ്വപ്നങ്ങളിലേക്കുള്ള പ്രവേശനോത്സവം എന്ന് തന്നെയാണ്. അതിനുവേണ്ടി പ്രിയപ്പെട്ട മാതാപിതാക്കളും ഇവിടുത്തെ വിദ്യാർത്ഥികളും കൃത്യമായ ഒരിടം തന്നെയാണ് തിരഞ്ഞെടുത്തത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം വളമംഗലം SSC/SHS എന്ന് പറയുന്ന ഈ സ്കൂളിന്റെ വേരുകൾ ചെന്ന് നിൽക്കുന്നത് ഏതാണ്ട് 19ാം നൂറ്റാണ്ടിലാണ്. 1801 ഇതിന്റെ ആദ്യത്തെ ഒരു വേരിന്റെ തുടക്കം അവിടെ നിന്നാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ചൈത്രയാത്രയിൽ ഒരുപാട് പേരെ, ഒരുപാട് പ്രശസ്തരെ അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ വിജയ സോപാനത്തിൽ ഏറ്റാൻ ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത്ര ചെറിയൊരു കാര്യമല്ല. ഇന്ന് തിങ്കളാഴ്ചയാണ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള പല തിരക്കുകളുമുണ്ട്. പക്ഷെ എന്നെ വിളിച്ച ആ ഓടിക്ക് നോ പറയാൻ പറ്റാതെ, സുരേഷ് എനിക്ക് എത്ര വേണ്ടപ്പെട്ടതാകത്തെ നോ പറയാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് അതിനുശേഷം എന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ശരത് സാറെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറെ തീർച്ചയായിട്ടും ഞാൻ മുതലൊക്കെ തന്നെ വരാം. കാരണം എനിക്ക് ഈ സ്കൂളുമായിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന്, ഞാൻ ഇവിടെ എല്ലാം പഠിച്ചതെങ്കിൽ കൂടി ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഓർമ്മയുണ്ട്. ഞാൻ പഠിച്ചത് TD സ്കൂളിലാണ്. TD സ്കൂളിലാണ് പഠിച്ചതെങ്കിൽ പോലും എനിക്കിവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. TD സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചറിന്റെ മകൻ രാജേഷ് ഒക്കെ ഇവിടെയാണ് പഠിച്ചത്. മാത്രമല്ല, ഞങ്ങള് ഈ സ്കൂളുമായിട്ട് ബന്ധം വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ തുറവൂരിന്ന് കിഴക്കോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ട്യൂഷൻ സെന്റർ ഉണ്ടായിരുന്നു, ഒരു നവീന പൈസ എന്ന് പറയുന്നത്. അപ്പൊ ആ സാറിന്റെ അവിടെയാണ് വളമംഗലം സ്കൂളിലെ കുട്ടികളും അതുപോലെ തന്നെ TD സ്കൂളിലെ കുട്ടികളും പഠിച്ചത്. പിന്നെ ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയത്താണെന്ന്, ഹിന്ദി പരീക്ഷയാണ്. അന്നൊക്കെ ഹിന്ദി പഠിപ്പിക്കാൻ തുടങ്ങുന്നത് 5ാം ക്ലാസ് മുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ പോലുള്ള വിദ്യാർത്ഥികൾക്ക് ഏതാണ്ട് 30, 28 അതിനപ്പുറത്തേക്ക് ഒരു മാർക്ക് ഹിന്ദിക്ക് കിട്ടിയിരുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ 1-2 പേര് 40-ന് മേൽ മാർക്ക് നേടിയിട്ടുണ്ട്. അപ്പൊ 40-ന് മേളിലെ മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നമുള്ളതാണ്. അപ്പൊ ഒരുപാട് സ്വപ്നം മേടിക്കുക എന്നുള്ള ഒരുപാട് സ്വപ്നമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ക്രിസ്മസ് പരീക്ഷയുടെ ഇടയ്ക്ക് ഹിന്ദി പരീക്ഷ വരുന്നു.
അങ്ങനെ ഹിന്ദി പരീക്ഷ വരുന്ന ദിവസമാണ്. ഞങ്ങളുടെ നാട് മലക്കുട, നേരത്തെ പറഞ്ഞ പോലെ മലക്കുട, അതിനടുത്തുള്ള ഒരു പെൺകുട്ടി, ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി, പുള്ളിക്കാരി ഒരു വിഷക്കായി എടുത്ത് കഴിക്കുകയും മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തനിക്ക് തെറ്റ് പറ്റിപ്പോയി അമ്മയോടും അച്ഛനോടും പറഞ്ഞു. അമ്മയോടും അച്ഛനോടും വഴക്കിട്ട് കാണാൻ വിഷക്കായി കഴിക്കുന്നത്. പക്ഷെ അവരോട് പറയുന്നത് അമ്മ എനിക്ക് തെറ്റ് പറ്റിപ്പോ എനിക്ക് മരിക്കണ്ട. പക്ഷെ നിർഭാഗ്യവശാൽ ആ കുട്ടി മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ കുട്ടി മരിക്കുന്നു. അന്ന് TD സ്കൂളിൽ ഹിന്ദി പരീക്ഷ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ TD സ്കൂളിൽ ഹിന്ദി പരീക്ഷ മാറ്റി വെക്കുന്നു. പക്ഷെ ഇവിടെ വളമംഗല സ്കൂളില് ആ പരീക്ഷ നടക്കുകയും ചെയ്യും. ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അന്ന് ഞങ്ങള് എല്ലാവരും കൂടി വരിയായിട്ട് ആ മരണ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് പിരിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വന്നത് ഇവിടേക്കാണ്. ഇതിന്റെ വാതിക്കൽ നിന്നിട്ട് ഞങ്ങൾ ഈ പരീക്ഷ കഴിയാൻ കാത്തു നിന്ന കുട്ടികളെ കാത്തിരുന്നു. അവര് വന്ന സമയത്ത് ഞങ്ങൾ അവരുടെ ചോദ്യപേപ്പർ മേടിച്ചു. ആ ചോദ്യപേപ്പർ മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയി പഠിച്ചു. പിന്നീട് പരീക്ഷ നടത്തി. പരീക്ഷ കഴിഞ്ഞപ്പോ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു. ഇതുപോലെ ഉത്തര പേപ്പറുമായിട്ട് ഞങ്ങൾ ടീച്ചർ വന്നിട്ട് അന്ന് ടീച്ചറിനെ വന്ന് ഭയങ്കര മൗനമായിരുന്നു. ടീച്ചർ വന്ന് നോക്കി. ടീച്ചർ ഞങ്ങൾക്ക് പേപ്പർ വന്നു. എല്ലാവർക്കും 45, 47, 48, ഒരാൾ പോലും 40 കുറച്ചില്ല. എല്ലാവരും 48 മാർക്ക്. ടീച്ചർ ആ പേപ്പർ ഞങ്ങളുടെ കയ്യിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തോറ്റിരുന്നെങ്കിൽ എനിക്കിന്ന് സന്തോഷമായിരുന്നു. അപ്പൊ അതിന് ടീച്ചർ പറഞ്ഞ കാരണം ഇതാണ്. കാര്യം നിങ്ങൾ ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ എന്റെ കടമ കൃത്യമായിട്ട് ചെയ്തു. കാര്യം നിങ്ങളെ ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്നതിനപ്പുറം പഠിപ്പിച്ചു. പക്ഷേ നിങ്ങൾ പഠിപ്പിച്ചു. അതിനുശേഷം നിങ്ങൾ പരീക്ഷ എഴുതി. എന്റെ ജോലി എന്ന് പറയുന്നത് ശരി ഉത്തരത്തിന് മാർക്കിടുക എന്നാണ്. ഞാൻ മാർക്കിട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്കിട്ടു. പക്ഷേ 48, 49, 50 മാർക്ക് കിട്ടിയ നിങ്ങൾ ജയിച്ചു എന്ന് കരുതുന്നു. കാരണം ഈ മാർക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് എനിക്കറിയാം. ഈ മാർക്ക് അധാർമികമായിട്ട് കിട്ടിയ മാർക്കാണ്. അധാർമികമായിട്ട് ജയിക്കുന്നതിനേക്കാളും നല്ലത് ധാർമ്മികമായിട്ട് തോൽക്കുന്നതാണ്. അന്നാണ് ഞങ്ങൾ ടീച്ചർ പഠിപ്പിച്ചത്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നൊരു ചോദ്യപേപ്പറല്ല, ജീവിതത്തിലേക്കുള്ള ഒരു പാഠവുമായിട്ടാണ് ഞങ്ങൾ ഈ സ്കൂളിന്റെ മുറ്റത്ത് നിന്ന് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി അങ്ങോട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. കാര്യം നിങ്ങൾ പഠിക്കുകയാണ്. ഒത്തിരി സമ്മർദ്ദങ്ങൾ നിങ്ങൾ ഉണ്ടാവും. മാർക്ക് മേടിക്കണം, അങ്ങനെ ഒത്തിരി സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. വഴിവിട്ട് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ കോപ്പി അടിച്ച് ഇങ്ങനെയുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് പോകരുത്. അതൊരു ധാർമ്മികമായിട്ടുള്ള ഒരു വിജയമേ അല്ല, അത് അധാർമികമായ വിജയമാണ്. അത്തരം വിജയങ്ങളല്ല നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് വശത്ത് പോയാലും നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, തെറ്റ് ചെയ്യാനും ശരി ചെയ്യാനും. അപ്പോൾ ഏതാണോ ധാർമ്മികത എന്നതായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട വിഷയം. അത് മാത്രമല്ല, ഇനിയിപ്പോ നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശാലമായിട്ട് മാറേണ്ട ഒന്നാണ്. കാരണം പാഠപുസ്തകത്തിൽ പഠിക്കുന്നത് മാത്രം പഠിച്ചാൽ പോലെ കുറച്ചുകൂടി ലോകങ്ങളിലേക്ക് ഇറങ്ങി ഇവിടുന്ന് പഠിക്കും. നിങ്ങളിപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ജനഗണമന നിങ്ങൾ എല്ലാവരും പഠിക്കുന്നതാണല്ലേ. ജനഗണമന പഠിക്കുന്നു, അത് എഴുതിയ രവീന്ദ്രനാഥാണ്, അതിന്റെ വരികൾ നിങ്ങൾ കാണാതെ പഠിക്കുന്നു. അവിടെ കൊണ്ടല്ല ആ പഠനം പൂർത്തിയാക്കുന്നത്. അത് പഠനം പൂർത്തിയാക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ജനഗണമന എഴുതിയത് ബംഗാളി ഭാഷയിലാണ്. അതുപോലെ തന്നെ അത് അതിന്റെ രാഗം എന്ന് പറയുന്നത് ശങ്കരാഭരണമാണെന്നും, അതുപോലെ തന്നെ അതിന് ഈണം കൊടുത്തിരിക്കുന്നത് രാം സിംഗ് താക്കൂർ എന്ന ക്യാപ്റ്റൻ ആണെന്നും, അത് ആലപിക്കേണ്ട സമയം 52 സെക്കൻഡ് ആണെന്നും, ഏറ്റവും കുറഞ്ഞ സമയം അത് ആലപിക്കാൻ വേണ്ടത് 20 സെക്കൻഡ് ആണെന്നും പഠിച്ചു കഴിയുമ്പോഴാണ് ആ പഠനം പൂർത്തിയാവുന്നത്. അല്ലാതെ ജനഗണമന പഠിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ആ പഠനം പൂർത്തിയാവില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തു ചേർത്ത് പിടിക്കേണ്ടതാണ്. അതുപോലെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ തിരഞ്ഞെടുത്ത സ്കൂള് അതിനുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് തരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അവരുടെ ഭാഗത്ത് സ്നേഹത്തിന്റെ തലോടൽ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ അവർക്ക് നിങ്ങളെ ശിക്ഷിക്കേണ്ടി വരും. അത്തരം ശിക്ഷകൾ ഏറ്റുവാങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ കൂടി നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഓർമ്മിച്ചുകൊണ്ടുള്ള ഒരു കഥ കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അത് ആ കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിലർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാൽ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഥ പറയുന്നത്. അതായത് പണ്ട് ഒരു കാട്ടിലൂടെ
കാടെന്ന് വെച്ചാൽ കൊടുങ്കാട്. ആ ഇരുട്ട് നിറഞ്ഞ കാട്ടിലൂടെ ഒരു ശില്പി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ കാട് മുറിച്ച് വേണം ഈ ശില്പിക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ. അങ്ങനെ ഈ ശില്പി കാടിന്റെ നടുവിലൂടെ ഇങ്ങനെ പോവുകയാണ്. പോയി കഴിയുമ്പോൾ ആ നടക്കുന്ന ആ വഴിയിൽ ഒരു കല്ല് കാണുകയാണ്. അപ്പൊ ദൂരെ നിന്ന് ഈ ശില്പി വരുന്നത് ഈ കല്ല് കാണുന്നത്. അപ്പൊ ഈ ശില്പി ഈ കല്ലിന്റെ അടുത്തെത്തിയപ്പോ കല്ല് ചോദിക്കുകയുണ്ടായി, താങ്കൾ ആരാണ്? അപ്പൊ ശില്പി പറഞ്ഞു, ഞാനൊരു ശില്പിയാണ്. അപ്പൊ കല്ലിന് സംശയം, എന്താണ് ശില്പി? അപ്പൊ ശില്പി പറയാണ്, ഈ നിങ്ങളെ പോലെയുള്ള കല്ലുകളെ ചെത്തി മിനുക്കി നിങ്ങളുടെ ദേഹത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളയുന്ന ഒരു ശില്പിയാണ്. അത് കേട്ടപ്പോ കല്ലിന് ഭയങ്കര സന്തോഷം, സംഭവം കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് ഒരു ശില്പമാക്കണം. അപ്പൊ ശില്പി പറയാണ്, അത് നിന്നെ ശില്പമാക്കുകയൊക്കെ ചെയ്യാം, സുന്ദരമായിട്ടുള്ള ശില്പം തന്നെ ആക്കി തരാം, പക്ഷെ അതിന് ഒരുപാട് വേദന സഹിക്കേണ്ടി വരും. അതിനെന്താ, ഞാൻ സഹിക്കാം. അങ്ങനെ അവസാനം ഈ കല്ലിന്റെ നിർബന്ധത്തിന് വഴങ്ങി ശില്പി അതിനു വേണ്ടി തയ്യാറാവുകയാണ്. അങ്ങനെ തന്റെ പാണ്ടക്കെട്ട് താഴെ വെച്ച് തന്റെ പണിയായുധങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ആ ശില്പം കൊത്താൻ ആരംഭിക്കുകയാണ്. ആദ്യത്തെ അടി തന്നെ അടിച്ചപ്പോ നമ്മുടെ കല്ലിന്റെ കണ്ണിന് പൊന്നിച്ച് തെറിച്ചു. കല്ലിന് മനസ്സിലായി ഈ സംഭവം അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. വീണ്ടും അടിച്ചു. ഓരോ അടി അടിക്കുന്നതോറും കല്ലിന് മനസ്സിലായി ഈ പരിപാടി നമുക്ക് പറ്റണ പരിപാടിയല്ല. അതുകൊണ്ട് ഇത് കാല് പിടിച്ചു പറഞ്ഞ പൊന്ന് ശില്പി, എനിക്ക് ശില്പമാണ്, എനിക്ക് ഒരു കോപമാണ്, എന്നെ ഉപേക്ഷിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ആ കല്ലിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് ആ ശില്പി നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് തൊട്ടടുത്ത് മറ്റൊരു കല്ല് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ കല്ലിതെല്ലാം കാണുന്നുണ്ട്. കല്ല് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, ഞാൻ റെഡിയാണ്, എനിക്കൊരു മനോഹരമായിട്ടുള്ള ഒരു ശില്പമായിട്ട് മാറണം, ഞാൻ റെഡിയാണ്, അപ്പൊ എന്നെ ആക്കാമെന്ന് ചോദിച്ചു. അപ്പൊ ഇതേ കാര്യം തന്നെയാണ് ശില്പി ആ കല്ലിനോട് പറഞ്ഞു. കല്ല് പറഞ്ഞു, എന്തൊക്കെ വേദന സഹിച്ചാലും ശരി, ഞാൻ ശില്പമാകാൻ റെഡിയാണ്. അങ്ങനെ ആ രണ്ടാമത്തെ കല്ലിനെ ഈ ശില്പി തൊട്ടുകയാണ്. നേരത്തെ പോലെ തന്നെ ഒരുപാട് വേദനകൾ അതിന്റെ ശരീരത്തിൽ നിന്ന് തെറിച്ചു പോകുന്നു, കല്ലുകൾ പോകുന്നു, ചോര പിടിയുന്നു. ഇതൊക്കെയാകുമ്പോൾ ആ കല്ല് കണ്ണടച്ചു പറയുകയാണ്, എനിക്ക് ശില്പമാകണം, എനിക്ക് മനോഹരമായിട്ടുള്ള ഒരു ശില്പമായേ പറ്റൂ. അങ്ങനെ ആ ആത്മവിശ്വാസത്തിൽ അതിൽ മാത്രം പിടിച്ച് താൻ നേരിടേണ്ടുന്ന ശിക്ഷകളെ പ്രണവൽക്കരിച്ചുകൊണ്ട് ആ കല്ല് വേദന സഹിക്കാൻ അവസാനമായപ്പോ ഈ കല്ലെന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ശില്പമായി മാറി. കാണാൻ ഭംഗിയുള്ള, സത്യം പറഞ്ഞാൽ അത് കൊത്തിയ ശില്പി പോലും അത്ഭുതപ്പെട്ടു. ഇത്ര മനോഹരമായിട്ടുള്ള കല്ലാണോ, ഇത്ര മനോഹരമായിട്ടുള്ള ശില്പമാണോ എന്ന് അത്ഭുതപ്പെട്ടു. അങ്ങനെ ആ ശില്പത്തിന്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാട്ടിലൊരു രാജാവ് നായാട്ടിനായിട്ട് വരികയാണ്. രാജാവ് വരുന്ന സമയത്ത് ഈ മനോഹരമായ ശില്പം കാണുന്നു. രാജാവും അത്ഭുതപ്പെട്ടു, അപ്പോൾ അടിപൊളി ശില്പമാണ്. അങ്ങനെ ഉടൻ തന്നെ അദ്ദേഹം പറയണം, എത്രയും പെട്ടെന്ന് ഈ ശില്പത്തിനൊരു ക്ഷേത്രം പണിത് കൊടുക്കാനായിട്ട്. അങ്ങനെ ക്ഷേത്രം പണിയുന്നു. ക്ഷേത്രം പണിഞ്ഞ് ഈ ശില്പത്തെ അവിടെ ദൈവരൂപത്തെ അവിടെ പ്രതിഷ്ഠിക്കുന്നു, അതിന് ജീവൻ കൊടുക്കുന്നു. അങ്ങനെ ജീവൻ കൊടുത്താൽ അതിന്റെ പ്രശസ്തി ലോകമെമ്പാടും എത്തുന്നു. അതിനെ കാണാനായിട്ട് ലോകത്തുള്ള എല്ലാവരും ഈ വിഗ്രഹത്തെ, ഈ കല്ലിനെ തൊഴാനായിട്ട് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവര് കയ്യില് പൂവും മറ്റ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരും. വന്ന് അതിന്റെ പാലും പഴവും ഒക്കെ അതിന്റെ കാൽച്ചൂട്ടിൽ വെച്ച് പ്രാർത്ഥിക്കും. ഇങ്ങനെ വരുന്ന സമയത്താണ് അവിടെ ഈ വരുന്ന കുട്ടിയെ കുറച്ച് തേങ്ങയായിട്ട് വരുന്നത്. ഈ തേങ്ങയായിട്ട് വരുന്ന പ്രശ്നമാണ്, തേങ്ങ അടിക്കണ്ടേ? അപ്പൊ തേങ്ങ അടിക്കാനായിട്ട് വരുമ്പോ ഇവര് നോക്കും, ചുറ്റും നോക്കും, എന്താ? അപ്പൊ അപ്പോഴാണ് പഴയ കല്ലോടെ കിടക്കും, വിഗ്രഹമായി കിടക്കുന്ന പഴയല്ലേ, ആ കല്ലെടുത്ത് നടക്കിൽ വെച്ചിട്ട് വന്നവനും പോലും അടിയോടടിയാണ്. അപ്പൊ ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. കല്ലാവണം, എല്ലാരും അടിക്കുന്ന എല്ലാരും പോണവനും വന്നവനും എടുത്തിട്ട് അടിക്കുന്ന കല്ലാവണോ അതോ മനോഹരമായിട്ടുള്ള ശില്പമാവണോ എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഔദ്യോഗികമായിട്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനൊപ്പം നമ്മുടെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ഒരു പ്രവേശനോത്സവ ഗീതം കൂടി ഇതിന്റെ ഒപ്പം ആലപിക്കുകയാണ്.
വരിക വരിക പ്രിയരേ, അരികിലുണ്ടു ഞങ്ങൾ. പുതുയുഗ സ്വപ്ന ചിറകു വിരിക്കാൻ വരിക വരിക പ്രിയരേ, വരിക വരിക പ്രിയരേ, അരികിലുണ്ടു ഞങ്ങൾ. തരുതലോടെ കൈകൾ ഉണ്ടു കണ്ണിൽ, ഒരുമയോടെ തുടരാം സൗഹൃദങ്ങളെന്നും ബിംബമോടെ കാക്കാം. ഒന്നു ചേർന്നു നിന്നാൽ ഉന്നതിയിലെത്താം. വരിക വരിക പ്രിയരേ, അരികിലുണ്ടു ഞങ്ങൾ. പാഠവും പഠിക്കാം, നെൽപ്പാടവും കടക്കാം. മണ്ണിനെ ഇളക്കാം, നന്മ വിളയിച്ചിടാം. ജീവിതത്തിലെന്നും നിപുണരായി വാഴാം. വരിക വരിക പ്രിയരേ, അരികിലുണ്ടു ഞങ്ങൾ. അറിവു നേടുവാനും കരുണ കാട്ടുവാനും വരിക വരിക പ്രിയരേ, അരികിലുണ്ടു ഞങ്ങൾ. ലഹരിയോടു നമ്മൾ അകലയെന്നു ചൊല്ലാം. അറിവു നേടി വളരാം, അഭിമാനതാരമാവാം. വരിക വരിക പ്രിയരേ, അരികിലുണ്ടു ഞങ്ങൾ. കേൾക്കുവാനും